തലശ്ശേരിയിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യ മാർക്കറ്റിൽ മഴക്കാലത്ത് ദുരിതങ്ങൾ വർദ്ധിച്ചു. മഴ ശക്തമായതോടെ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ ചോർന്നൊലിക്കുന്നതിനാൽ മത്സ്യവിൽപ്പനക്കാരും വാങ്ങാനെത്തുന്നവരും ഒരുപോലെ ദുരിതമനുഭവിക്കുകയാണ്. മഴക്കാലം തുടങ്ങിയതോടെ മത്സ്യമാർക്കറ്റ് കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ ചോർന്നൊലിക്കുകയാണ്. മഴവെള്ളവും മത്സ്യം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും ചിലയിടത്ത് കെട്ടിനിൽക്കുകയാണ്. വിൽപ്പനയ്ക്കായി മത്സ്യം അടുക്കിവെക്കുന്ന സ്റ്റാൻഡിന് മുന്നിലും പിറകിലും കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. 13 ലക്ഷം രൂപ ചെലവഴിച്ച് കഴിഞ്ഞ വർഷം നവീകരിച്ച ഡ്രെയിനേജിന്റെ സാങ്കേതിക പിഴവ് കാരണം മലിനജലം ഇതിലേക്ക് ഒഴുകി വീഴുന്നില്ല. ഇതാണ് മഴക്കാല ദുരിതങ്ങൾക്ക് ആക്കം കൂട്ടിയത്. തലശ്ശേരി നഗരഭരണസമിതി അംഗങ്ങളും ഹെൽത്ത് വിഭാഗവും മത്സ്യമാർക്കറ്റ് സന്ദർശിച്ചു. മത്സ്യമാർക്കറ്റിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി സാത്തി പറഞ്ഞു. തീർച്ചയായും നഗരസഭ ഇന്നിവിടെ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നഗരസഭ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യവസ്തുക്കൾ നല്ല വൃത്തിയോടും വെടിപ്പോടുകൂടി ജനങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കേണ്ടതുണ്ട്. ആ നിലയിൽ നമുക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നഗരസഭ തയ്യാറാവും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മാർക്കറ്റിലെ ശോചനീയാവസ്ഥ കാരണം ഇവിടുത്തെ മത്സ്യക്കച്ചവടത്തിൽ വൻ ഇടിവുണ്ടായതായി മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ STU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മത്സ്യത്തൊഴിലാളിയുമായ പാലക്കൽ സാഹിറും CITU പ്രസിഡന്റ് VP ഷാജിയും പറഞ്ഞു. നേരത്തെ ഉള്ളതിന്റെ 25% പോലും കച്ചവടം ഇന്നില്ല. ആ അവസ്ഥയുള്ളത്. അവിടെ തൊഴിലാളികൾ കൊഴിഞ്ഞു പോവുകയോ തൊഴിലാളി രോഗികളായി മാറുക. തൊഴിലാളികൾ പലപ്പോഴും കിഡ്നി രോഗികളും മറ്റുള്ള രോഗികളുമായി മാറുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ബിൽഡിംഗ് എടുത്തതിന് നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ ബിൽഡിങ്ങിന്റെ ശോചനീയാവസ്ഥ എടുക്കുമ്പോഴുണ്ടായ വലിയൊരു ഫണ്ട് ഇപ്പൊ മുകളിൽ നിങ്ങൾ കണ്ടു 2 നില ഫ്രീ ആയി കിടക്കുന്നു. ആ ഫ്രീ ആയി കിടക്കുന്നത് നിങ്ങൾ ഉപയോഗപ്പെടുത്താമായി. പക്ഷെ അതുപോലും ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തി അതുപോലെ ഇറച്ചി സ്റ്റാൾ കറക്റ്റുള്ള ജോലി അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം ഇവിടെ ഈ ഇന്റർലോക്ക് ഇവിടെ കെട്ടിക്കിടന്നിട്ട് പല രീതിയിലും ആ ഇന്റർലോക്ക് മിസ്സായിട്ടുണ്ട്. എന്നാലും നമ്മളിവിടുത്തെ തൊഴിലാളികൾ STയും CITയും കൂടിയിട്ട് ഇവിടെ ഒരു പന്തല് അവരെ കോണ്ടാക്ട് വന്നാണ്. 1,80,000 നമ്മൾ പന്തലിന് മാത്രം വാടക 6 മാസത്തെ കൊടുത്തിട്ട് 1 വർഷം അടക്കം നമ്മൾ അവിടെ പുറത്തുനിന്ന് കച്ചവടം ചെയ്തു. അവർക്ക് ജോലി എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം കൊടുത്തു. എന്നിട്ടും ചെയ്തൊരു അനാസ്ഥയാണ് ഈ ഡ്രൈനേജ് പോകുന്ന ഒരു പൈപ്പിലെ വെള്ളത്തിന്റെ വരവ്. വാർഡ് കൗൺസിലർ ഷഹനാസ് മൻസൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K അഷ്റഫ്, COT ഷബീർ, ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരും മാർക്കറ്റ് സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.